ഈ ഓടി വരുന്നത് അൾട്രേഷൻ ചെയ്തൊരു മാക്സെൻഡറാണ്. സുസുക്കിയുടെ ഫുള്ളി അൾട്രേഷൻ ചെയ്തൊരു മാക്സെൻഡറാണ്. സൗണ്ടിലും RS100ൻ്റെ ഏകദേശം സാമ്യമൊക്കെ തന്നെ വരുന്നുണ്ട്. കാണാൻ തന്നെ ഒരു RS100ൻ്റെ ലുക്കിലൊക്കെയാണ് വണ്ടി മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ളൊരു ലുക്ക് തന്നെ RS100ൻ്റെ ഒരു ലുക്ക്. ഹാൻഡിലും മൾഗാർഡും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റൊക്കെ RS6Z ഹെഡ്ലൈറ്റൊക്കെയാണ് കയറ്റിയിരിക്കുന്നത്. അതിൽ തന്നെ ഒരു ലൈറ്റ് ബ്ലൂ കളറൊക്കെ കൊടുത്തിരിക്കുന്നത് തന്നെ നല്ല കാണാനൊക്കെ ആയിട്ട് നല്ലൊരു ലുക്കിലൊക്കെയാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ലൈറ്റ് ബ്ലൂ കളർ ആയതുകൊണ്ട് പെട്ടെന്ന് അട്രാക്റ്റൊക്കെ ചെയ്യും. പിന്നെ താഴത്തോട്ട് വരുമ്പോൾ ഈ മൾഗാർഡൊക്കെ വരുന്നത് നമ്മുടെ ടിസ്റ്ററിൻ്റെ ഫ്രണ്ട് മൾഗാർഡാണ്. പിന്നെ വരുന്ന ഈ ക്രാഷ് കാർഡ്, ഇത് RDയുടെ ക്രാഷ് കാർഡാണ് ഇതേ വെച്ചിരിക്കുന്നത്. കാണാനായിട്ട് നല്ലൊരു ഭംഗിക്ക് വേണ്ടി തന്നെ ഇത് തന്നെ കയറ്റിയാണ് നല്ലത്. RDയുടെ ക്രാഷ് കാർഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം കാണാനൊരു ലുക്കൊക്കെ തന്നെയാണ്. നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഡിസൈനിലൊക്കെ അത് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ താഴത്തോട്ട് വരുമ്പോൾ ഈ അണ്ടർ ബെല്ലി എന്ന് പറയുന്ന സാധനം ഇത് നമ്മൾ ഓൺലൈൻ വഴി സെപ്പറേറ്റ് ക്ലാമ്പൊക്കെ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചാണ് ഇത് ഫിറ്റ് ചെയ്യണത്. ഈ ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കുമ്പോൾ കാണുമ്പോൾ അറിയാം മുകളിലായിട്ട് കാണുന്ന ഈ ചെറിയൊരു പീസ് അഡീഷണൽ ആഡ് ചെയ്താണ് ഫ്രണ്ട് ഷോക്ക് അബ്സറിൻ്റെ ഹൈറ്റൊക്കെ കൂട്ടിയിരിക്കുന്നത്. ഫ്രണ്ടിലത്തെ ഷോക്ക് അബ്സറിൻ്റെ ഹൈറ്റ് കൂട്ടിയതുകൊണ്ട് തന്നെ ബാക്കിൽ നോർമലി കൂട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പൊങ്ങാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ ഈ ഷോക്ക് അബ്സറാണ്. ഇത് ഡബിൾ സ്പ്രിങ് ഉള്ളൊരു ടൈപ്പ് ഷോക്ക് അബ്സറാണ്. ഈ TVSൻ്റെ ഒരു വണ്ടിക്ക് തന്നെ മോഡലാണിത്. ഇത് കാണാനൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്കുണ്ട്. RS100 കൂടുതലും ഇതാണ് കയറ്റണത്. പിന്നെ നമ്മൾ ബാക്കിലോട്ട് വരുമ്പോൾ ചെയിൻ കവറൊക്കെ ഊരി മാറ്റിയിട്ടുണ്ട്. ചെയിൻ കവറൊക്കെ ഊരിയിരിക്കുന്ന ഒരു മോഡിഫിക്കേഷൻ ലുക്കിന് വേണ്ടിയിട്ടാണ്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മൾ RS100ൻ്റെ ക്യാരിയറും ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കയറ്റിയിട്ടുണ്ട്. ഇത് കാണാനായിട്ട് RS100ൻ്റെ ലുക്ക് വരാൻ വേണ്ടി ചെയ്യണതാണ്. പിന്നെ RDയുടെ ഹാൻഡിൽ കയറ്റിയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെ ഉണ്ട്. പിന്നെ സൈലൻസറും കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല, ഒറിജിനൽ തന്നെയാണ്. അത് പൊട്ടിച്ച് സൗണ്ട് കൂട്ടിയിട്ടുണ്ട്. സൗണ്ട് കേൾക്കാം, അത്യാവശ്യം നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട്. RS100 പോലെ ക്ലിയർ ആയിട്ടുള്ള സൗണ്ടല്ല, അതിന് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ട് സൗണ്ടിന്. എന്നാലും നല്ല അത്യാവശ്യം കാതിന് ഉള്ളുന്ന പോലത്തെ ഒരു സൗണ്ടൊക്കെയാണ് വണ്ടി. ഒഴിച്ചപ്പോൾ ഓയിൽ ഇത്തിരി കൂടിപ്പോയതുകൊണ്ടാണ് ഇത്തിരി പുകയും കാര്യങ്ങളൊക്കെ തന്നെ, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും. ഇത് സെയിലിനായിട്ട് വന്നിരിക്കുന്ന ഒരു വണ്ടിയാണ്. താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി.